വായ്പ എടുത്തവർക്ക് ഇപ്പോൾ ആശ്വാസമായി വീണ്ടും പലിശ കുറയ്ക്കാൻ ഒരുങ്ങി റിസർവ് ബാങ്ക്. തുടർച്ചയായ മൂന്നാം തവണയായിരിക്കും റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കാൻ പോകുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം കുറഞ്ഞ നിരക്കിൽ തുടരുന്നതിനാൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വ്യാഴാഴ്ച ചേരുന്ന റിസർവ് ബാങ്കിന്റെ പണനയ സമിതി യോഗം ജൂൺ 6-ന് പുതിയ വായ്പ പലിശ നിരക്ക് പ്രഖ്യാപിക്കും. രാജ്യത്തെ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്ന 4%-ത്തിലും താഴെയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്താലാണ് റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലും ഏപ്രിലിലും റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 0.25% വീതം കുറച്ചിരുന്നു. ഇതോടെ റിപ്പോ നിരക്ക് 6%. ഈ പലിശ കുറയ്ക്കലിന് പിന്നാലെ ചില ബാങ്കുകളും വായ്പാ നിരക്കുകൾ കുറച്ചിട്ടുണ്ട്. കൂടാതെ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന നിബന്ധന പൂർണ്ണമായും ഒഴിവാക്കിയതായി കാനറ ബാങ്ക് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതലാണ് ഈ പുതിയ നയം പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കാത്ത ആദ്യത്തെ വലിയ പൊതുമേഖലാ ബാങ്കായി കാനറ ബാങ്ക് മാറിക്കഴിഞ്ഞു. ഒരു സേവിങ്സ് അക്കൗണ്ട് ഉടമയ്ക്കും ഇനി കുറഞ്ഞ ബാലൻസിന്റെ പേരിൽ പിഴ ഈടാക്കില്ലെന്ന് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. റെഗുലർ സേവിങ്സ് അക്കൗണ്ടുകൾ, സാലറി അക്കൗണ്ടുകൾ, NRI സേവിംഗ് അക്കൗണ്ടുകൾ, മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള അക്കൗണ്ടുകൾ എന്നിവയിൽ ഇനി മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതല്ല.